പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ആയി മാറുകയാണ്. സ്വന്തം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തും. ദൈവത്തിൻ്റെ പദ്ധതി നമ്മ വഴി നടപ്പിലാക്കും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സന്തോഷിക്കേണ്ട കാര്യം അതാണ്. അപ്പം ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ സംരക്ഷണവും നിങ്ങളെ ഒരുക്കുന്ന കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, ആ കുറവ് തന്നെ ദൈവം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അത് അനുഗ്രഹമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. എപ്പോഴും ഞാൻ പറയുന്ന പോലെ വിശ്വാസം പോകാതെ നോക്കണം. വിശ്വാസത്തിൻ്റെ ലെവല് കുറയാതെ നോക്കണം. ലെവല് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ ഉള്ളിൽ ഭയമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതും വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോൾ വിശ്വാസം എപ്പോഴും നിലനിർത്തണം നമ്മൾ. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ അവബോധത്തോടെ നമ്മൾ എപ്പോഴും മൊത്തം നമ്മളെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുക. അതാണ് ഏറ്റവും, അതിന് വിശ്വാസം വേണം. സമർപ്പണത്തിന് വിശ്വാസം വേണം. നമ്മൾ അതാ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അത് എങ്ങനത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊച്ചിനെ അതിൻ്റെ അപ്പനോടുള്ള വിശ്വാസമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കൊച്ചുള്ളത്. വീട്ടിൽ തീ കത്തി. അപ്പോൾ അത് ബാൽക്കണി നിൽക്കുക. അപ്പോൾ അപ്പുറത്ത് തീ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടേക്കും പലവരും കൈ കാണിക്കുന്നു താഴെ ചാടാൻ വേണ്ടിയിട്ട്. കൊച്ച് ചാടുന്നില്ല. അച്ഛൻ വന്ന് അതേ താഴ്ചയിൽ അച്ഛൻ നിന്നുകൊണ്ട് കൈ കാണിക്കുമ്പോഴത്തേക്കും കൊച്ചെടുത്ത് ചാടും. അത് ഒരു വിശ്വാസം, അകത്തുള്ള വിശ്വാസമാണ്. ഞാൻ എങ്ങനെ ചാടിയാലും അച്ഛൻ്റെ കയ്യിലേ ചാടൂ. അച്ഛൻ എന്നെ പിടിക്കും. നമ്മുടെ ജീവിതത്തിലും പല തീയുണ്ട്. നമ്മുടെ അച്ഛനായ ദൈവം കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്ത് ചാടുക. ഈ നമ്മൾ ഇങ്ങനെ തടസ്സത്തിലിങ്ങനെ നിൽക്കും. ചാടണ വേണ്ടേ, എൻ്റെ അച്ഛനെ കൊണ്ട് പിടിക്കാൻ സാധിക്കുകയില്ല. അതാണ് വിശ്വാസത്തിൻ്റെ കുറവ്. അത് വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിലേക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവിനെ വിശ്വസിക്കരുത്. പത്രോസ് ഈശോ വെള്ളത്തിൽ നടന്നു വന്നത് കണ്ടപ്പോൾ പത്രോസും പറഞ്ഞ് ദൈവമേ ഞാനും നടന്നു വരാമെന്ന്. പക്ഷെ വിശ്വാസം കുറഞ്ഞപ്പോൾ അയാൾ മുങ്ങിപ്പോകാൻ പോയപ്പോഴും പത്രോസ് ചെയ്തത് എന്താ? പത്രോസിന് നീന്താൻ അറിയാം. കടലിൽ വളർന്ന ആളാണ്. എന്നിട്ടും ഈശോനെ ആശ്രയിച്ചാണ് നിന്നത്. ഈശോയെ ഞാൻ മുങ്ങാൻ പോണേ, എനിക്ക് എൻ്റെ കൈ പിടിക്കണേ. അതേപോലെ അതുപോലെ നമ്മൾ പത്രോസ് സ്വന്തം കഴിവിനെ വിശ്വസിക്കാതെ ഈശോയിൽ ആശ്രയിച്ചാണ് നിന്നത്. നമ്മളും ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് പല ആശ്രയം അവളുടെ കയ്യിലുണ്ട്. അതിൽ കുറവുള്ള കാര്യം മാത്രമാണ് നമ്മൾ വന്ന് ഇവിടെ ആശ്രയിക്കാൻ വന്നിരിക്കണം, പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. ഇതില്ലെങ്കിലും ബാക്കിയുണ്ടല്ലോ. ഒരു പ്ലാൻ എ നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ഓപ്ഷൻ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയി അന്വേഷിക്കാം, ദൈവത്തോട് ചോദിക്കാം, ഉടമ്പടി എടുത്ത് നോക്കാം. അത് നടന്നില്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ തന്നെ മനസ്സിൽ കണക്കാക്കും. ഇത് നടന്നില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. അത് പറ്റില്ല. ദൈവത്തോട് മാത്രം ആശ്രയിച്ചിരിക്കുക. എനിക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മതി. അത് ദൈവം തന്നാലും തന്നില്ലെങ്കിലും ദൈവം എന്നെ നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ വിധവയും അവളുടെ കയ്യിലുണ്ടായിരുന്ന, ജീവിക്കാനുണ്ടായിരുന്ന 2 നാണയമാണ്.
അതും കൊണ്ടുപോയി ഈശോയുടെ അടുത്ത് കൊടുത്തിട്ടാണ്, ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ ദൈവത്തെ എനിക്ക് കഴിക്കാനുള്ള അടുത്ത നേരം ദൈവം തന്നോളും. അതാണ് വിശ്വാസം, ആശ്രയം. അവൾ ഉച്ചയ്ക്ക് ഇട്ടാൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കണം, അതിന് കാശില്ല, അതെൻ്റെ ദൈവം തന്നോളും. നമ്മളെ പേഴ്സ്, നമ്മളെ ബാങ്ക് ബുക്ക് എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. കടബാധ്യതയുടെ നോട്ടീസ്, ജപ്റ്റ് നോട്ടീസ് നമ്മൾ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നമുക്ക് ആ വിഷമവും ഭാരവും തോന്നിക്കുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ വെറുതെ പ്രസംഗിക്കാൻ പറയുന്നു ഒന്നുമില്ല. ഇതൊക്കെ പറഞ്ഞൊക്കെ ഇത് അനുഭവം കിട്ടിയിട്ട് മാത്രമേ ഞാൻ പറയാറ്. ഇത് അനുഭവത്തിരുന്ന് ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ എന്ത് സുഖമാണ് ജീവിക്കാമെന്നറിയോ? വളരെ സുഖമാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശ്വാസം ഉള്ളവരും വിശ്വാസം ഇല്ലാത്തവരും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയാമോ? വിശ്വാസം ഉള്ളവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് പല വിശ്വാസം ഇല്ലാത്തവർക്ക് പല അത്ഭുതവും കണ്ണിൽ കാണാൻ പറ്റുമെങ്കിലും അത് അനുഭവമായിട്ട് മാറില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തെക്കുറിച്ച് അത് മനസ്സിലാക്കണം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് നേരം പറയണത് ശ്രദ്ധിക്കുക. ഇത് പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. ഈ ആഴ്ച ഉടമ്പടി എടുത്തിരിക്കുകയല്ലേ, ഒരാഴ്ച ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്ക്, ഒന്ന് പരിശീലിച്ച് നോക്ക്. അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും നിങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം ഉള്ളവരും വിശ്വാസം ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. വിശ്വാസം ഇല്ലാത്തവർക്ക് അത്ഭുതം കണ്ണിൽ കാണാൻ സാധിക്കും. പല അടയാളങ്ങൾ നമുക്ക് ഇവിടെ സാക്ഷ്യം നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് അത് കാണാൻ സാധിക്കും, പക്ഷെ അനുഭവമായിട്ട് മാറില്ല. നമുക്കും അത് അനുഭവം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പലവരും പല സാക്ഷ്യവും ഇവിടെ വീഡിയോ സാക്ഷ്യം കണ്ടിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് അത് നടക്കണില്ലല്ലോ എന്ന്. പക്ഷെ നമ്മൾ സാക്ഷ്യം കാണുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല, അനുഭവമായിട്ട് മാറുന്നില്ല. അത് വിശ്വാസത്തിൻ്റെ കുറവാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കൂടി നടന്നുപോയി. ചെങ്കടൽ പിളർന്ന് അത് വഴിയായിട്ട് അവർക്ക് മാറിയായിരുന്നു. അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് അനുഭവമായിട്ട് മാറി. പക്ഷേ ഇത് ഈജിപ്തുകാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക, ഈ അത്ഭുതം കാണുകയാണ്. പക്ഷെ അവർ നടന്നപ്പോൾ അവർക്ക് അനുഭവം കിട്ടിയില്ല. അവരതിലേക്ക് വീണ് മരിച്ചു, വെള്ളത്തിൽ തന്നെ വീണ് മരിച്ചു, വഴി ആയി കിട്ടിയില്ല. അതുപോലെ ഈശോ ദേവാലയത്ത് അമ്മമാതാവും ഔസപിതാവും സമർപ്പിക്കാൻ ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടെ പലവരും ഉണ്ടായിരുന്നു. പക്ഷെ അത് അനുഭവമായിട്ട് മാറിയത്, ഈശോയെ അനുഭവിക്കാൻ പറ്റിയത് സിമയോനും അന്നയ്ക്കും മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വിശ്വാസമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കെന്താ അനുഭവിക്കാൻ സാധിക്കും? നമുക്കെല്ലാം ഉള്ള പ്രശ്നം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം കിട്ടുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം കിട്ടുന്നില്ല, പലവർക്കും അനുഭവം കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കണം. എൻ്റെ വിശ്വാസം എവിടെ പോയി? നമുക്ക് തോന്നും വിശ്വാസമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്ന, മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന, കൊന്ത ചൊല്ലുന്ന. അത് വിശ്വാസം ഇല്ലെങ്കിലും അത് ചൊല്ലാം, അത് വായിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് തന്നെയാണ് ഈശോയ്ക്ക് പോലും. ഈശോയുടെ സ്വന്തം നാട്ടിൽ മാർക്കോസ് 6:5 നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ പോലും ഈശോയ്ക്ക് സൗഖ്യപ്പെടുത്താൻ സാധിച്ചില്ല. കുറച്ച് പേരെ സൗഖ്യപ്പെടുത്താൻ സാധിച്ചുള്ളൂ. കുറച്ച് പേർക്ക് അനുഭവം കിട്ടി. അനുഭവം കണ്ടുകൊണ്ടിരുന്നവർ കുറേ പേരുണ്ടായിരുന്നു, പക്ഷെ അതിൽ കുറച്ച് പേർക്ക് അനുഭവം കിട്ടി. അവരുടെ വിശ്വാസം കുറവായിരുന്നെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ വിശ്വാസം ഉള്ളവർക്കാണ് സൗഖ്യം കിട്ടിയത്. മറ്റുള്ളവരത് കണ്ടുകൊണ്ടിരിക്കും, ആ സൗഖ്യത്തെ കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ അവർക്ക് അനുഭവം കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത്? നമ്മളറിയാതെ നമ്മളിലേക്ക് വിശ്വാസം ഇല്ലാതെയാകും.
എവിടെയാണ് നമുക്ക് തോന്നുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. നീ വിശ്വസിക്കുന്ന ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം കുറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വിശ്വാസം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വാസം കുറഞ്ഞിരിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ ലെവൽ കുറവാണ്. നമുക്കൊന്ന് ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ലെവൽ ഒരു 80% ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 80 താഴെയാണെങ്കിൽ അത് ഫെയിൽ മാർക്കാണ്. വിശ്വാസത്തിൻ്റെ അനുഭവം കുറയും. അതെങ്ങനെയാണ് മനസ്സിലാകുക? നമ്മുടെ ജീവിതത്തിൽ പേടി വരാൻ തുടങ്ങും. പേടി ഉണ്ടാകും, പലതിനെക്കുറിച്ച് ഭയമുണ്ടാകും. ഹല്ലേലൂയ. ഞാൻ പറയണ മനസ്സിലാണ്ട? നമുക്ക് പേടി ഉണ്ടാവും. നമ്മളെ മക്കളെക്കുറിച്ച് പേടി. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മക്കൾ ബൈക്കിൽ പോയിട്ടുണ്ട്, അയ്യോ എന്ത് സംഭവിക്കും. അല്ല ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാലും വീട്ടിലെന്തായിരിക്കും സ്ഥിതി? അവിടെ അയൽക്കാരായിട്ട് പ്രശ്നം, ഭർത്താവായിട്ട് പ്രശ്നം, ഇല്ല ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നമാണ്, ഇല്ല നാളെ കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, ഇനി ഡോക്ടറിൻ്റെ അടുത്ത് നാളെ ടെസ്റ്റിന് പോകണം. അതെല്ലാം ഈ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നമുക്ക് വിശ്വാസത്തിൻ്റെ ലെവൽ കുറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് എങ്ങനെയാണ് വിശ്വാസം കുറയുന്നത്? അതാണ് വിശ്വാസം കുറയുന്ന കാര്യം. ഇത് സാത്താൻ്റെ പണിയാണ്. സാത്താൻ എന്താ ചെയ്യുന്നത്? ഇവിടെ 2 രാജ്യം, ഒന്ന് ദൈവരാജ്യം, ഒന്ന് സാത്താൻ്റെ ലോകരാജ്യമാണ്, സാത്താൻ്റെ രാജ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ദൈവമാണ് രാജ്യം ചെയ്യുന്നത്, ദൈവമാണ് ഭരിക്കുന്നത്. ദൈവം തീരുമാനിക്കും നിൻ്റെ ജീവിതം എന്താകണം. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ ദൈവരാജ്യത്തിലുണ്ടാകും, സാത്താൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ 2 രാജ്യമാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ പ്രസിഡൻറ്റ് ദൈവമാണെങ്കിൽ ഇവിടുത്തെ പ്രസിഡൻറ്റ്, ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആരായിരിക്കും? സാത്താനായിരിക്കും. സാത്താൻ എന്തിനാ നമ്മളെ കൊണ്ട് ഈ പാപം ചെയ്യിപ്പിക്കുന്നത്? പാപം ചെയ്യിപ്പിക്കുന്ന കാര്യം പ്രലോഭനത്തിൽ നമ്മളെ പാപത്തിൽ വീഴാൻ. അത് യോഹന്നാൻ 8:34, ഒരു പ്രാവശ്യം പാപം ചെയ്ത അവൻ പാപത്തിൻ്റെ അടിമയാണ്, അടിമയാക്കാനാണ്. അവൻ്റെ രാജ്യം ശക്തിപ്പെടാൻ, ഒരു രാജ്യം ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ കൂടുതലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു രാജാവുണ്ട്, ആ രാജാവിന് പ്രജ ഒന്നും തന്നെ ഇല്ലെങ്കിൽ അവൻ ആരാ രാജ്യം ചെയ്യും? അപ്പോൾ രാജാവ് ശക്തിയുള്ളവനാണ്, പ്രബലനാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ രാജ്യം വലുതാണെന്ന് അറിയണമെങ്കിൽ അവിടെ കുറേ പ്രജകളുണ്ടാകും, അതിൽ ആൾക്കാർ കൂടുതലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാത്താൻ്റെ പണി എന്താ? അവൻ എത്ര ആൾക്കാരെ ചേർക്കാൻ പറ്റുമോ അത്രയും ചേർക്കണം അവൻ്റെ രാജ്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇതിലൊക്കെ നമ്മൾ പെട്ടുപോകും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അടിമകളാണ്. അടിമയായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമുക്ക് മനസ്സ് വരില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമുക്ക് പലവരിക്കും ഈ അസൂയ, അതേപോലെ വിദ്വേഷം, വെറുപ്പ്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത, നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, വെറുതെ വേണമെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ വെറുതെ ഇരിക്കും, പക്ഷെ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ബൈബിള് വായിക്കില്ല. നിങ്ങൾ കഥപുസ്തകം എത്ര ബോറാണെങ്കിലും കഥപുസ്തകം വായിക്കും. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, എന്നാലും അത് വായിച്ചോളും. ബൈബിൾ ഒരു പേജ് വായിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് വെറുതെ ഇല്ല പറയുന്നത്. ഇതൊക്കെ ഈ അവബോധം നമുക്ക് വേണം. എന്തുകൊണ്ടാണ് സാധിക്കുന്ന ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണത്. അപ്പോൾ ഇത് ഞാൻ ഏതോ ഒരു അടിമത്വത്തിൽ, സാത്താൻ എന്താ ചെയ്യണം? ഏതെങ്കിലും ഒരു അടിമത്വം നിങ്ങൾക്ക് വെച്ച് തന്നിട്ട് സാത്താൻ്റെ സിറ്റിസനായിട്ട് മാറ്റും. ഇങ്ങോട്ട് സാത്താൻ്റെ രാജ്യത്തിൻ്റെ പ്രജയായിട്ട് അങ്ങോട്ട് മാറ്റിക്കളയും. നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരണ്ടേ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ഈശോ കുരിശിൽ മരിച്ച് പരിഹാരം ചെയ്തത്. നിങ്ങളുടെ അടിമത്വത്തിൻ്റെ മരുന്ന് പരിഹാരം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, നീ തിരിച്ചിങ്ങോട്ട് വരാം. അത് പക്ഷേ നമ്മുടെ കയ്യിൽ ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുക. നീ ഈശോയിൽ വിശ്വസിക്കണം, അനുദപിച്ചിങ്ങോട്ട് വരാം, ചാടി വരാം. പക്ഷേ അടിമത്വത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. സിമ്പിളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണം, അപ്പോൾ അനുഭവം കിട്ടും. അപ്പോൾ സാത്താൻ എന്താ ചെയ്തു വെച്ചിരിക്കണത്? നമ്മളെ ചെറിയ നമുക്ക് ചെറുതാണെന്ന് തോന്നിയാൽ പോലും അത് അടിമത്വമാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ചിലപ്പോൾ കുറ്റം പറച്ചിലായിരിക്കാം, പ്രാർത്ഥിക്കാൻ കുറ്റം പറച്ചിലായിരിക്കാം, അതേപോലെ എപ്പോഴും നെഗറ്റീവ് പിറുപിറുപ്പാകാം, അസൂയാകാം, ഒരാളെക്കുറിച്ച് അസൂയ. പിന്നെ അതുപോലെ ക്ഷമിക്കാൻ സാധിക്കില്ല, ഒരിക്കലും ശ്രമിക്കില്ല. എന്ത് പറഞ്ഞാലും അതൊഴിച്ച് ബാക്കിയെല്ലാം സാധിക്കും. ഇയാളോട് ഞാൻ സംസാരിക്കില്ല, ബാക്കിയൊക്കെ ഞാൻ ഇവിടെ തനിച്ചിരുന്ന് ഞാൻ അനുദപിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, പക്ഷെ ചെയ്യില്ല. നുണ പറച്ചൽ, അത് നമ്മൾ അറിയാത്ത അടിമത്വമാണ്. സത്യം നാവീർന്ന് പറയില്ല. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും 10 വാക്ക് പറഞ്ഞാൽ അതിൽ 1 നുണയായിരിക്കും. നമ്മൾ അറിയില്ല, ശ്രദ്ധിക്കില്ല. അതിങ്ങനെ അടിമത്വമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിലിരുന്ന് എങ്ങനെയാണ് ഈ അടിമത്തിലിരുന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും. ദൈവം കൈ പിടിച്ച്, ദൈവം അതിന് വേണ്ടിയിട്ടാണ്, കൂടെ നടക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ അടിമയായിക്കഴിഞ്ഞാൽ ആദാമും അവയും കൂടി അവിടെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പേടിയാണ് അവർക്ക് ആദ്യം വന്നത്. അവർ ഒഴിഞ്ഞു മാറി. ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ സാധിക്കില്ല, നമുക്ക് അനുഭവം കിട്ടില്ല, ഒഴിഞ്ഞു മാറി ഇരിക്കുക ചെയ്തത്. പക്ഷേ അവർ തലേദിവസം വരെ, പാപം ചെയ്യുന്നതിൻ്റെ തലേദിവസം വരെ അവരെന്താ ചെയ്തത്? ദൈവത്തിൻ്റെ കൂടെ നടക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ജീവിതം ജീവിച്ചു നോക്കണം, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ജീവിതം. അതാണ് ഉടമ്പടി ജീവിതം, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന തടസ്സം ഈ വിശ്വാസം തന്നെയാണ്. വിശ്വാസം കുറയുന്നത് അടിമത്വത്തിലിരുന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം നമുക്ക് ഈ അടിമത്വത്തിലിരുന്ന്, ഇപ്പോൾ നുണ പറച്ചൽ, അസൂയ മാറണില്ല. ഒരാളെക്കുറിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലായിരിക്കാം, അവരെ കാണുമ്പോൾ അത് അസൂയ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അത് വെറുപ്പായിട്ട് മാറും, വിദ്വേഷമായിട്ട് മാറും. അതാണ് മരുന്ന്. വെറുപ്പായിട്ട് ആദ്യം അത് മാറും. അത് അടിമത്വമാണ്. വെറുപ്പ് അത് അടിമത്വമാണ്. ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. വിശ്വാസം കുറയും, വിശ്വാസത്തിൻ്റെ ലെവൽ കുറയും. ഈ വെറുപ്പ് വരുമ്പോഴത്തേക്കും നിനക്ക് പേടിയും വരും അതിൻ്റെ കൂടെ. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിമയായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ പറയണത് പ്രാക്ടിക്കൽ കാര്യമാണ്. ഞാൻ ആ രീതിയിലാണ്, ഞാനത് കുറേ പ്രാർത്ഥിച്ചിട്ട് എന്തും വാക്ക് പറയും. ഞാൻ പറയേണ്ടതൊക്കെ അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ പറയുമെന്ന് പറഞ്ഞ് ഞാൻ ഇത് ഇന്നലേക്ക് ഇരുന്ന് ഒരാഴ്ചയായിട്ട് ഇത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമേ നീ സംസാരിക്കണമെന്ന് പറയും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ അടിമത്വം ആണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിലിരുന്ന് എങ്ങനെയാണ് പുറത്തു വരേണ്ടത്? ആദ്യം ചെയ്യേണ്ടത്, പ്രൈസ് ദി ലോർഡ്, ആദ്യം നീ ചെയ്യേണ്ടത് എന്താ? അത് യോഹന്നാൻ 10:15. ഈശോയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ അടിമയാവുമ്പോൾ നമുക്ക് തോന്നും ഞാൻ എന്തായാലും പാപിയാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും. അങ്ങനെ സാത്താൻ നമ്മളെ അകത്ത് വെച്ചിരിക്കുക. എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, എനിക്ക് അനുഭവം കിട്ടാത്തത്, ഞാൻ പാപിയായി, എനിക്ക് ഈ അടിമത്വത്തിലിരുന്ന് പുറത്ത് വരാൻ സാധിക്കില്ല. അങ്ങനെ ഒരു തോന്നൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് യോഹന്നാൻ 10:15 ഈശോ പറയണ, എൻ്റെ ആടിനെ എനിക്കറിയാം, നീ എന്താണ്, നീ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം, നിൻ്റെ അവസ്ഥയെ തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ എന്നിലേക്ക് വാ, നീ എങ്ങനെ തന്നെ ആയിക്കോ, എന്ത് ദേഷ്യമുള്ളവളായിക്കോട്ടെ, ദേഷ്യമുള്ളവനായിക്കോട്ടെ, എന്ത് വെറുപ്പുണ്ടോ, എന്ത് വിദ്വേഷമുണ്ടോ, എല്ലാം ആ അവസ്ഥ ഈശോയ്ക്ക് അറിയാം. നിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. നീ വിലപ്പെട്ടതാണ്, നീ അഴുക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിന്നെ കളയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നിന്നെ കളയില്ല. ദൈവത്തിന് അതേ വിലയാണ് നിനക്ക്. എല്ലാവർക്കും ഒരേ വിലയാണ് ഈശോയ്ക്ക്. നീ പാപം ചെയ്താലും നിന്നെക്കുറിച്ച് ആ വില തന്നെയാണ് ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കയ്യിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്ക് അതിൽ 1 സെൻറ്റ് കുഴിയാണ്. അതിൽ നമ്മൾ കുറേ ചവരൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഞമ്മത് വിൽക്കുമ്പോഴത്തേക്കും ഞമ്മ എന്താ പറയുക? 9 സെൻറ്റേ ഉള്ളൂ എന്ന് നമ്മൾ പറയുക. ഞമ്മ എന്ത് പറയും? 10 സെൻറ്റ്. ബാക്കി 9 സെൻറ്റ് നല്ല ക്ലീനും അതിൽ നല്ല പൂച്ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നിൽ ചവറാണെങ്കിൽ ഇത് ചവറാണ്, 9 സെൻറ്റേ ഉള്ളൂ, നീ 9 സെൻറ്റ് കാശ് തന്ന് നമ്മൾ പറയുക.
ഇല്ല ആരെങ്കിലും നിങ്ങൾക്ക് വിൽക്കുവാ? എല്ലാത്തിനും ഒരേ വിലയാണ്. പ്രൈസ് ദി ലോർഡ്. അഴുക്കാണെങ്കിലും ദൈവം നിന്നെ സൃഷ്ടിച്ചതാ, ദൈവം നിന്നെ ക്ലീൻ ചെയ്യും. ദൈവം അതിന് പറയുകയാണ്, നീ എൻ്റെ കയ്യിലേക്ക് വന്നാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം വിളിക്കുന്നത്. ആരെ? ഈ അവസ്ഥയിൽ തന്നെ പാപിയായിരുന്ന പത്രോസ്, ചുങ്കക്കാരനായി മത്തായി പാപിയായിരുന്നു, സഖ്യയൂസ് പാപിയായിരുന്നു. ആ അവസ്ഥയൊക്കെ ദൈവത്തിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ എന്നെ അനുഗമിക്കുക എന്ന് ഈശോ വിളിച്ചത്. ഹല്ലേലൂയ. ആ വിളി നമുക്കുണ്ട്. ആ ചെവിയിൽ നമുക്ക് ആ സ്വരം കേൾക്കുന്നില്ല. അതാണ് പ്രശ്നം. നമ്മൾ പിന്നെ ഈ അടിമത്വത്തിൽ പിടിച്ചിരിക്കുക. അപ്പോൾ പത്രോസ്, ഈ മത്തായി, അവരൊക്കെ ചെയ്തത് എന്താണ്? എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ലോകത്തിൻ്റെ എല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോകുന്നു. അടിമത്വം വിട്ടിട്ടാണ് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ സ്വരം കേൾക്കാത്തതിൻ്റെ കാര്യം നമ്മൾ ചെവി കൊടുക്കാറില്ല. നമ്മൾ ഈ ലോകത്തിലേക്കാണ് ചെവി കൊടുക്കുന്നത്. എൻ്റെ കടബാധ്യത, എന്നെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത്, ആരെന്നെക്കുറിച്ച് മോശം പറഞ്ഞു, ആരെന്നെ പുകഴ്ത്തി പറയുന്നു, അതിനെക്കുറിച്ചാണ് നിനക്ക് ധാരണ. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്രദ്ധ മാറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. 4 പേര് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൽ ഒരാളെ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ അയാൾ പറയണത് മാത്രമേ കേൾക്കൂ, ബാക്കി 3 പേരെ കേൾക്കുക. അപ്പോൾ ഇവിടെ ദൈവം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ലോകത്തെയാണ്. കൊളോസ്യർ 3:2 അതാ പറയണത്. പരിശുദ്ധാത്മാവ് പറയണത് നിൻ്റെ ശ്രദ്ധ എപ്പോഴും സ്വർഗത്തെ നോക്കിയായിരിക്കണം, ലോകത്തെ നോക്കിയായിരിക്കരുത്. അപ്പോൾ സ്വരം കേൾക്കില്ല. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നാണ് ഈശോ പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പറയണതൊക്കെ മനസ്സിലാകണ്ട. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. നീ ശ്രദ്ധിക്കേണ്ടത് ദൈവം നിന്നോട് എന്ത് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. എങ്ങനെയാണ് നമ്മളിപ്പോൾ അടിമത്വത്തിലിരുന്ന് പുറത്തു വന്നാൽ, ഒന്ന് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ബൈബിൾ ആദ്യം വായിക്കാൻ തുടങ്ങുക. അതിനാണ് ഉടമ്പടിയിൽ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ വെറുതെ വായിച്ച് തീർത്ത് അരമണിക്കൂർ എങ്ങനെയും അത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഇല്ലാതെ, അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവം എന്നോട് എന്ത് സംസാരിക്കും. നീ ഇത് വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിനക്ക് അത് അനുഭവം കിട്ടും. പതുക്കെ 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 നീ നുണ പറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം ദൈവം തരും, പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ആരെങ്കിലും നീ വെറുക്കുകയാണെങ്കിൽ, അസൂയപ്പെടണമെങ്കിൽ, ഇത് അസൂയാണ്, ദൈവമല്ലേ നിൻ്റെ കൂടെ ഉള്ളത്, നീ അതിനെ താരതമ്യപ്പെടുത്തി നോക്കുക. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നിൻ്റെ കൂടെ നിൻ്റെ ദൈവം, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. അത് നിനക്ക് ബോധ്യം വരും. നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ആഗ്രഹിക്കുക. ഞാൻ ഈ പാപത്തിരുന്ന് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുക. ആദ്യത്തത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ ബലഹീനതയാണ്, എന്നെ ദൈവം വിളിക്കുകയാണ്, ഈ അവസ്ഥയിൽ തന്നെ എന്നെ വിളിക്കുകയാണ്. ദൈവം ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ദൈവം എന്നെ സ്നേഹിക്കുകയാണ്. അപ്പോൾ അടിമത്വത്തിലിരുന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ദൈവത്തിൻ്റെ വിളി വേറെ ഒന്നുണ്ട്. നിന്നെ അടിമത്വത്തിലിരുന്ന് പുറത്താക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ബോധ്യം നിനക്ക് വേണം. ദൈവം ഈജിപ്തിൽ ഇരുന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചത്, പുറത്ത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? കാനാദേശം കൊടുക്കാനാണ്, അനുഗ്രഹം കൊടുക്കാനാണ്, പാലും തേനും ഒഴുകുന്ന രാജ്യം കൊടുക്കാനാണ്. അപ്പോൾ നീ അടിമത്തിലിരുന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കാത്തിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നമ്മൾ ഈ പറയണ ആരെങ്കിലും കുറ്റം പറഞ്ഞ്, മോശമായിട്ട് സംസാരിച്ച്, മറ്റൊരു കുറ്റം കേട്ട്, ഇല്ല പിറുവെറുത്ത്, ഇതൊക്കെ നീ വിടാൻ തുടങ്ങുമ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരും. കാനാദേശത്തെ നോക്കിയാണ് നീ പോകുന്നത്. നീ അടിമത്വത്തിലിരുന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ ദൈവം കൈപിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ദൈവം വിളിക്കുന്നത് വെറുതെ നീ അടിമത്വത്തിലിരുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി വേറെ സ്ഥലത്തേക്ക് അടിമത്വം ആക്കാൻ വേണ്ടിയിട്ടില്ല, വേറെ നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. ദൈവം അവിടെ ഇരുന്ന് വലിച്ചെടുക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് തരാനാണ്, ദൈവത്തെ വെളിപ്പെടുത്തി തരാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പോൾ ആ ഒരു ബോധ്യം കൂടി വേണം. ഞാൻ ഈ പാപം വിട്ടുകഴിഞ്ഞാൽ, ഇപ്പം ചില മോശമായിട്ട് പടം കാണണം, ഈ സ്ക്രോൾ ചെയ്ത് മൊബൈൽ കാണും, ഇതിലൊക്കെ എന്താ തെറ്റാ, എല്ലാവരും കാണണമല്ലേ. അതുപോലെ മദ്യപാനം കൊണ്ട് സംഭവിക്കുന്നത് ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥന മുടങ്ങും. ഹല്ലേലൂയ. പിന്നെ എന്തെങ്കിലും കാരണം അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കാൻ ഉള്ള സമയം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാണ് സാത്താൻ ഏറ്റവും വലിയ മുടക്കണം. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പ്രാർത്ഥന മുടക്കണമല്ലോ. പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ പോകും. മദ്യപിക്കാൻ പോകാൻ പറ്റില്ല, കൂട്ടുകാരെ അവിടെ കാത്തിരിക്കും. ഇല്ല TV സീരിയലിൽ അടിമത്വമാണെന്ന് വെച്ചോ, പ്രാർത്ഥനയാണ് ആദ്യം മുടങ്ങാൻ പോകണം. പിന്നെ നമ്മൾ ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ TV പ്രോഗ്രാമോ ഇപ്പോൾ സീരിയലിനുള്ള മൊബൈലിൽ അടിമത്വമാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ അടിമത്വമാണ്, നമുക്കറിയില്ല. അപ്പോൾ ഈ ലോകത്തിനോട് പ്രീതി കൂടും. ഈ ലോകത്തിന് പ്രീതി കൂടുമ്പോൾ ദൈവമായിട്ട് നമ്മൾ അകന്നു പോകും. യാക്കോബ് 4:4 അതാ പറയുന്നത്. നമുക്ക് ഏതെങ്കിലും അടിമത്വം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ സ്നേഹം അതിലാണ് നമ്മൾ കാണിക്കണം. അതാണ് അടിമത്വം എന്ന് പറയണത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങോട്ട് കുറയും. അപ്പോൾ ദൈവമായിട്ട് അകന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ മിത്രം ദൈവത്തിൻ്റെ ശത്രുവാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് വിളിക്കുന്നത് നിന്നെ വെറുതെ ഇല്ല, നിൻ്റെ ജീവിതം അങ്ങനെ തന്നെ തലമുറ മാറ്റിക്കളയും, നിൻ്റെ തലവരെയും മാറ്റിക്കളയും. ദൈവം അങ്ങനെ മാറ്റും. നീ ആലോചിക്കാൻ പറ്റില്ല, നിനക്ക് ആലോചിച്ച് നോക്കാൻ പറ്റില്ല നിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്. ഹബക്കുക്ക് 1:5 പറയണത്, നീ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതം നീ മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇല്ല, നീ തന്നെ അത് വിശ്വസിക്കില്ല. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എൻ്റെ ജീവിതത്തിൽ അതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് സത്യം പറയണേ, നിങ്ങളിത് വിശ്വസിക്കുക. ദൈവം വിളിക്കുന്നത് നിനക്ക് കാനാദേശം തരാൻ വേണ്ടിയിട്ടാണ്. ഈ അടിമത്വത്തിലുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസം കുറയും, മനസ്സിൽ ഭയം ഉണ്ടാകും, ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. നിനക്ക് എല്ലാം കാണാൻ പറ്റും, മറ്റത്ഭുതങ്ങളെല്ലാം കാണാൻ പറ്റും, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം വന്നില്ല. ചെറിയ അത്ഭുതമൊക്കെ കിട്ടും, അത് പ്രാർത്ഥിച്ചില്ലെങ്കിലും കിട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം അത് കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ മാഞ്ഞു പോകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ അടുത്ത് പിന്നെ രണ്ടാമത്തെ രീതി ദൈവം വിളിക്കുന്നത് മേരി മാഗ്ഡലിനെ വിളിച്ച പോലെയാണ്. മേരി മാഗ്ഡലിനെ എങ്ങനെയാണ് വിളിച്ചത്? എല്ലാവരും കൂടി അവൾ പാപിനിയായ സ്ത്രീ എന്ന് പറയണ മേരി മാഗ്ഡലിനെയാണ്. അവളെ വിളിച്ചത് എങ്ങനെയാണ്? അവളെ കൊണ്ടുപോയി മരണത്തിൻ്റെ തുമ്പത്ത് നിർത്തി, എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി നിർത്തി. ആ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ദൈവം വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അത് വെളിപാട് 3:20 പറയുന്നത്, ഞാൻ വാതിൽക്ക് വന്ന് തട്ടും, വാതിൽ തുറക്കുന്നവർ ഞാൻ അകത്ത് കടന്നു വന്ന് ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അവരുടെ കൂടെ ഉണ്ണും എന്നാണ് ഈശോ പറയണത്. ഉണ്ണുന്നത് എന്താണ്? യൂതയെക്കുറിച്ച് പറയണ യൂത സമുദായത്തിലൊക്കെ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മേശയിലിരുന്ന് ഉണ്ണുന്നവരെല്ലാം ബന്ധുക്കളാണ്, സ്വന്തമാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വാതിക്കൽ തട്ടുന്നത്, അപ്പോൾ നമ്മളെല്ലാം ഇത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ സ്വന്തം രക്തബന്ധമാകിയ ദൈവത്തിൻ്റെ സ്വന്തമാകിയാണ്. അപ്പോൾ പലവരും നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നത്, ഈ മേരി മാഗ്ഡലിനെ വിളിച്ചത് അങ്ങനെയാണ്. സഹനം കൊടുത്താൽ അത് അങ്ങേ അറ്റത്തെ സഹനമാണ് കൊടുത്താൽ അടുത്ത സെക്കൻഡ് അവൾ മരിക്കും, അടുത്ത മിനിറ്റ് അവൾ മരിക്കും. എല്ലാവരും കല്ലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ അവിടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ദൂതപുത്രനെ വിളിച്ചത് എങ്ങനെയാണ്? ദൂതപുത്രൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, അടിമത്വത്തിലേക്ക് പോയി. അവനെ വിളിച്ചത് എങ്ങനെയാണ്? അവൻ്റെ ജീവിതത്തിൽ എന്താ കൊടുത്തത്? പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും തടഞ്ഞുകൊണ്ടാണ് അവനെ തിരിച്ച് വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പലതും ന്യായമായിട്ട് നമുക്ക് കിട്ടാനുള്ളതെല്ലാം, നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം ഉണ്ടാവും, പലതും ന്യായമായിട്ട് കിട്ടാനുള്ളതെല്ലാം തടസ്സപ്പെടുത്തുന്നത് വിളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പല സഹനങ്ങളും ദൈവത്തിൻ്റെ വിളിയാണ്. പലതും പല കുറവുകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പല കുറവുകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പല പോരായ്മയും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. തെറ്റാണ്. ദൈവമേ, എൻ്റെ കടബാധ്യത തീർത്ത് എൻ്റെ മക്കൾക്ക് പഠിത്തം കിട്ടണേ, ജോലി കിട്ടണേ,
ILTC പാസ്സാകണേ, അതില്ല. നമ്മൾ ഫെയിലായി കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ വിളിയാണ്, ദൈവം തട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താ ചെയ്തത്? മേരി മാഗ്ദലിനും ഈ ദൂതപുത്രനും എന്താ ചെയ്തത്? അവർ അനുദപിക്കുക ചെയ്തത്. സഹനം വരുമ്പോൾ അനുദപിക്കണം. ഹല്ലേലൂയ. അനുദപിക്കണം. ഇത് അനുദപിക്കുന്ന ആ മെത്തേഡ് നിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെയോ പ്രതീക്ഷിച്ചോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമ്മൾക്ക് എന്താ ചെയ്യുക? അയ്യോ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, ഇത് എടുത്ത് മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇല്ല. അത് പത്രോസിന് എന്താ അനുഗ്രഹം കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? ആ പത്രോസും ആദ്യം ഈശോനെ കണ്ടപ്പോൾ എന്താ ചെയ്തത്? അനുദപിക്കുക ചെയ്തത്. ഈശോയുടെ അടുത്ത് പോകണം. നീ അപ്പം പ്രാർത്ഥിക്കണം, അപ്പം അനുദപിക്കണം. ഞാൻ പാവം ചെയ്തു പോയി, എനിക്ക് വെറുപ്പുണ്ട് ദൈവമേ, ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞു പോയി, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞു പോയി, ഞാൻ മറ്റൊരു കുറ്റം കേട്ടുപോയി എന്ന് പറഞ്ഞ് അപ്പം അനുദപിക്കണം. നിനക്ക് അനുഗ്രഹം കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതത്തിൽ ഈ സഹനം തന്നത് നിൻ്റെ വഴിയൊക്കെ അടയുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം അത് ദൈവ വിളിയാണ്. അത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. നന്ദി പറയുക. എന്നിട്ട് ആദ്യം നീ ചെയ്യേണ്ടത് അനുദപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ മൂന്നാമത്തത് ഇപ്പോൾ അനുദപിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വിശ്വാസം ഉണ്ടാവും നിനക്ക്. അനുദപിക്കുമ്പോൾ വിശ്വാസം ഉണ്ടാവും. വിശ്വാസം എങ്ങനെയാണ്? അനുദപിക്കുമ്പോൾ അപ്പോസ്തലപ്രവർത്തകൻ 2:38 നീ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടും അനുദപിക്കുമ്പോൾ. അതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പം നിനക്ക് സഹനം വരുമ്പോൾ നീ അനുദപിക്കുമ്പോൾ നീ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടും. അപ്പോൾ ലൂക്ക 1:35 പറയണത് ഇതെങ്ങനെ സാധിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അസാധ്യമെല്ലാം സാധ്യമായി. അപ്പം നിനക്ക് തന്ന സഹനങ്ങളെല്ലാം സാധ്യമാക്കി തരും. നിനക്ക് അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി അതൊരു അനുഗ്രഹമാക്കി മാറ്റിത്തരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നീ ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം നീ അത് ദൈവത്തിലേക്ക് സമർപ്പിക്കുക, ദൈവം അത് അനുഗ്രഹമായിട്ട് മാറ്റിത്തരുമെന്ന് പറഞ്ഞത്. അത് അനുദപിച്ചുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ അതിനെക്കുറിച്ച് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്നത് തന്നെ നിന്നെ തിരിച്ച് വിളിക്കാനാണ്. തിരിച്ച് വിളിക്കുന്ന ഏതെങ്കിലും അടിമത്തത്വം വിട്ടിട്ടാണ് ദൈവത്തിലേക്ക് വരുന്നത്. ആ പാപിനിയായ സ്ത്രീയോട് ഈശോ പറഞ്ഞത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പക്ഷെ നീ മേലാൽ പാപം ചെയ്യരുത്. അതെന്താണ്? കുമ്പസാരക്കൂടാണ്. പ്രൈസ് ദി ലോർഡ്. മേലാൽ നീ പാപം ചെയ്യരുത്, ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അനുതാപമാണ്. ഹല്ലേലൂയ. മൂന്നാമത്തത്, ഈ വിശ്വാസം പോകുമ്പോഴാണ് നമുക്ക് ദൈവം മുമ്പിൽ നിന്നാൽ പോലും നമുക്ക് മനസ്സിലാകാത്തത്. ദൈവം കരം വെച്ച് ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് കെട്ടിപ്പിടിക്കാൻ നമ്മളുടെ അടുത്ത് വരുമ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കാര്യം അതാ. ഇമ്മാവൂസ് ശിഷ്യന്മാർ എന്താ ചെയ്തത്? ഈശോ പറഞ്ഞ് ജെറുസലേം വിട്ട് പോകരുതെന്ന് പറയുമ്പോഴും ഇവർ ഈശോ കുരിശിൽ കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഈശോ അവരെന്ത് ചെയ്യും? വിശ്വാസം പോവും. എന്നിട്ട് ഇമ്മാവൂസിലേക്ക് പോവും. ക്ലിയോപ്പസിൻ്റെ ഭാര്യയുമാണ് നടന്നു പോകുന്നത്. ശിഷ്യന്മാരവരാ. പ്രൈസ് ദി ലോർഡ്. നടന്നു പോകുമ്പോൾ ഈശോ കൂടെ നടന്നിട്ട് അവർക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ. മനസ്സിലാകാത്ത കാര്യം എന്താ? കണ്ണുകൊണ്ട് കാണും, എന്നാലും നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അനുഭവപ്പെടില്ല. ഹല്ലേലൂയ. നിൻ്റെ കൂടെ ഈശോ കൂടെ നടക്കുക, നിൻ്റെ കുടുംബത്തിൽ ഈശോ ഉണ്ട്, പക്ഷെ നിനക്ക് കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം വിശ്വാസം കുറഞ്ഞ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണില്ല, കാഴ്ചയില്ല. വിശ്വാസത്തിൻ്റെ കാഴ്ചയിൽ കൂടി കണ്ടാലേ ഈശോനെ കാണാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടി കാണണം. അത് എന്താ ചെയ്തത്? ഈശോ ചെയ്തത് എന്താ? ലൂക്ക 24 പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ക്ലിയോപ്പസിൻ്റെ ഭാര്യയുമാണ് നടന്നുപോയത്. ഈശോ കൂടെ നടന്നിട്ടും അവർക്ക് ഈശോനെ കാണാൻ സാധിച്ചില്ല. നമ്മളുടെ കുടുംബത്തിലും ഈശോ ഉണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും ഈശോനെ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം വിശ്വാസം കുറഞ്ഞിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് പ്രോസസ്സ് പറയണത്, നമുക്ക് തോന്നും നമുക്ക് വിശ്വാസ ലെവൽ ഹൈ ആണ്, പക്ഷേ നമുക്ക് അനുഭവം കിട്ടാത്തതിൻ്റെ കാരണം അത് കുറഞ്ഞിരിക്കുകയാണ്. ആ ലെവൽ വലുതാക്കണം, കൂട്ടണം. പ്രൈസ് ദി ലോർഡ്. അതാ പറയണ. അപ്പോൾ ഈശോയുടെ കൂടെ നടന്നവരാ ക്ലിയോപ്പസും ഭാര്യയും ശിഷ്യന്മാരാ. എന്നിട്ട് പോലും ഈശോനെ അനുഭവിക്കാൻ സാധിച്ചില്ല അവർക്ക്.
വിശ്വാസം കുറഞ്ഞു. ഒരു ചെറിയ സഹനം വന്നപ്പോൾ, അവരുടെ ജീവിതത്തിൽ സഹനം വന്നപ്പോൾ, ഈശോനെ കുരിശിൽ കയറ്റിയപ്പോഴത്തേക്കും സഹനം വന്ന് അവർ പ്രതീക്ഷേൻ്റെ എതിരെ നടന്ന്, അത് അവരെന്താണ് പ്രതീക്ഷിച്ചോ അപ്പോൾ അതിൻ്റെ എതിരെ നടന്നപ്പോൾ വിശ്വാസം പോയി. പ്രതികൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ വിശ്വാസം പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു സ്കെച്ച് വരച്ച് വെച്ചിട്ടുണ്ടാവും, നമ്മളെ ആഗ്രഹത്തിൻ്റെ ഇങ്ങനെ ജീവിതം പോകണമെന്ന്. അതിൽ ഇച്ചിരി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസമാണ് ആദ്യം പോകുന്നത്. ഇവിടെ ക്ലിയോപ്പാസും മേരി എന്ന് പറഞ്ഞ അവരുടെ ഭാര്യയും ആണ് നടന്നു പോയത്. അവരുടെ വിശ്വാസം പോയി. വിശ്വാസം പോയതിൻ്റെ ഫലമാണ് അവിടെ കാണുന്നത്. എന്താ സംഭവിച്ചത്? അവിടെ അവർക്ക് ഈശോ കൂടെ നടന്നിട്ടും ഈശോനെ കാണാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് വിശ്വാസം തിരിച്ചു കിട്ടിയത്? അവർ വീട്ടിൽ കയറി, ഈശോയും അകത്തുപോയി, ഈശോ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്ത് വെച്ചാൽ കുർബാന കൂടി. അപ്പം മുറിച്ച് കൊടുത്തപ്പോഴത്തേക്കും അവരുടെ കണ്ണ് തുറന്ന് അപ്പോൾ മനസ്സിലായി ഇത് തന്നെയാണ് എൻ്റെ ഈശോ എന്ന്. അപ്പത്തെ കണ്ടപ്പോൾ, അപ്പം കണ്ടപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസം കൂടണമെന്നുണ്ടെങ്കിൽ ദിവസവും കുർബാനയ്ക്ക് പോകണം. ഹല്ലേലൂയ. ദിവസവും നിങ്ങൾ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങിക്കോ, അടിമത്വം വിട്ട് മാറിയിരിക്കും. അതിലൊരു വ്യത്യാസമില്ല. അത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് നമുക്ക് സാത്താൻ ചെയ്യുന്ന മറവ് വയ്ക്കും. നീ ചെയ്യുന്നത് പാവമില്ലെന്നാണ് തോന്നുന്നത്, പാവമാണെന്നുള്ള ബോധ്യം എടുത്ത് കളയുക ചെയ്യുന്നത്. നീ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ മൂന്നാമത്തെ, ആദ്യത്തത് ദൈവവിളി കേൾക്കുക, ബൈബിൾ വായിക്കുക. ദൈവവിളി കേൾക്കണം. ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കേൾക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവം ഒന്നും എന്നെ വിളിക്കില്ല, ഞാൻ പാപിയാണ്. എനിക്ക് ഈ അടിമത്വത്തിലിരുന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ഞാൻ പുറത്തേക്ക് പലർക്കും തോന്നൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോയി ക്ഷമ ചോദിച്ചാൽ ഇനിയും അവരെന്നെ ചവിട്ടും. ഭർത്താവ് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇനി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയാളോട് സൗമ്യതയോടെ പെരുമാറിക്കഴിഞ്ഞാൽ അയാൾ നാളെ ഇന്ന് ഒരു കുപ്പി കുടിക്കുന്നത് 4 കുപ്പി കുടിക്കും, ജോലിക്കേ പോയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒക്കെ തെറ്റിദ്ധാരണയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഭർത്താവിന് വേണ്ടി മദ്യപാനത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ടിട്ട് കുറഞ്ഞിട്ടില്ല. ഞാൻ പലരും കൗൺസിലിങ്ങിൽ എന്നോട് ചോദിക്കുന്നുണ്ട്, കുറയില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ അത് സമർപ്പണമാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവ വിളിയായിട്ട് കാണണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം കൂടും. വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ ദൈവാനുഭവം നിങ്ങൾക്ക് കണ്ണിൽ കൂടി കാണാൻ സാധിക്കും. നമ്മൾ വേറെ ട്രാക്കിൽ പോകാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ പോകുന്ന ട്രാക്കിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. വഴി മാറിപ്പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് സെക്കൻഡ് നമ്മൾ പറഞ്ഞത് അനുദപിക്കുക. നിൻ്റെ രണ്ടാമത്തെ വിളി, ദൈവത്തിൻ്റെ വിളി എങ്ങനെയാണെന്ന് വെച്ചാൽ സഹനം വഴിയാണ് വിളിക്കണം. എന്നെ ദൈവം വിളിച്ചത്, ഞാൻ പണ്ട് എനിക്ക് വിശ്വാസം ഇല്ലാത്ത കാലത്ത് ഞാൻ പല ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഹൈന്ദവനായിരുന്നു. അങ്ങനെ അവർ പറയുന്നതൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. എന്ത് കാര്യം വന്നാലും അവിടെ പുറകെ നടക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ കാര്യം നടക്കണമെങ്കിൽ അവരോട് പോയി ചോദിക്കും. അന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം വാതിലേക്ക് തട്ടി. എൻ്റെ ജീവനായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ കൊടുത്തുകൊണ്ടാണ് വാതിക്കൽ തട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ക്യാൻസർ വന്ന് പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജ്യോത്സ്യനും ഇല്ല, ആരുമില്ല. അവിടെ പോയിട്ട് ഉത്തരവൊന്നുമില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവർ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യും, ഞാൻ കാണാത്ത രീതിയിൽ അവോയ്ഡ് ചെയ്ത് കളയും. ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പിന്നെ എനിക്ക് ഈശോയുടെ അടുത്ത്, മാതാവിൻ്റെ അപ്പോഴേ എനിക്കറിയാം, മാതാവിൻ്റെ അടുത്ത് പിന്നെ പോയി അവിടെ മാത്രം ഇരിക്കാൻ തുടങ്ങി. അത് വാതിക്കൽ തട്ടിയതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരുന്ന് ഈശോ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്വന്തമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് വിശ്വാസം എന്താ? ഹെബ്രിയ 11:6. വിശ്വസിക്കുമ്പോഴത്തേക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് 11:6 എന്താ പറയണത്? വിശ്വാസമില്ലാതെ ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എന്താണ് വിശ്വാസം? ദൈവം നിലകൊള്ളുന്നു, ദൈവം ജീവിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കണം. എൻ്റെ കൂടെ ദൈവമുണ്ട്. ആദ്യം നമുക്ക് എന്താ സാത്താൻ ആദ്യം തോന്നിപ്പിക്കണം? എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരും പറയണ ഏതെങ്കിലും സെക്കൻഡ് നമുക്ക് ഇച്ചിരിയെങ്കിലും തോന്നും, ദൈവം ഉണ്ടായില്ലേ, ഇനി ഇവിടെ ഉണ്ടായില്ലേ, എൻ്റെ അടുത്ത് ഉണ്ടാകുക, ദൈവമൊക്കെ ഉണ്ടാകും, മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാകും, എൻ്റെ കയ്യിലില്ല. ഇല്ല. നീ എന്ത് നിലയിലാണെങ്കിലും ദൈവം നിൻ്റെ അടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞാണ് ആദ്യം നീ വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് എങ്ങനെ? അതാണ് വിശ്വാസം. എൻ്റെ ഹെബ്രിയ 11:6 പറയുന്നത്, നീ ദൈവത്തെ അന്വേഷിച്ച ദൈവം
നിനക്ക് അതിൻ്റെ വിളി കേട്ട് നിനക്കതിൻ്റെ പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിശ്വസിക്കണം. അതിന് ഈസി ആയിട്ടുള്ള മാർഗം, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും വരില്ല. എൻ്റെ ദൈവത്തെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായി ദൈവം മാറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സഹനം വന്നാൽ അതെന്ത് ചെയ്യണം? അനുദപിക്കണം. രണ്ടാമത് എവിടെ പോകണം? കുർബാനയിൽ പോയി ദിവസവും കുർബാന കൂടണം. അപ്പോൾ നിനക്ക് വിശ്വാസത്തിൻ്റെ ലെവല് കൂടിക്കിട്ടും. ബൈബിൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.